ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ രവിക്ക് വേണ്ടി ചായയുമായിട്ട് വരുന്ന അതേ സമയം തന്നെയാണ് ലക്ഷ്മി വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളും പലഹാരങ്ങളായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ലക്ഷ്മി വരുന്ന അതേ സമയം തന്നെയാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ചന്ദ്രയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണല്ലോ. ചന്ദ്ര വന്ന ഉടനെ തന്നെ രേവതിയോട്ട് പറയുന്നത്, രേവതി ഒരു ചായ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ചായ ഒന്നും വേണ്ട ചന്ദ്ര, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് ലക്ഷ്മി മറുപടി പറയുന്നുണ്ട്. അതിന് നിനക്കാന്നാരാ പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചായ പറഞ്ഞതെന്ന് ചന്ദ്ര മറുപടിയായിട്ട് പറയുകയും ചെയ്യുന്നു കേട്ടോ. വേഗം തന്നെ രേവതി അകത്തേക്ക് ചെന്നതിന് ശേഷം ചന്ദ്രയ്ക്കായിട്ടുള്ള ചായയും ലക്ഷ്മിക്കായിട്ടുള്ള കുടിവെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ഭാഗ്യമാണ് സച്ചിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത്. അവൾ വളരെയധികം സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതെല്ലാം മാറി എന്നൊക്കെ ലക്ഷ്മി പറയുന്ന സമയത്ത് അത് നിങ്ങളുടെ ഭർത്താവ് എൻ്റെ രവിയേട്ടൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി ചത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടില്ലേ നിങ്ങൾ ഭയങ്കര അതിബുദ്ധിമതിയാണെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, ചന്ദ്രൻ നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ വായിൽ നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര നിർത്തുന്നില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയാണ് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് ലക്ഷ്മി രേവതിയോട്ട് പറയുന്നത്, മോളെ രേവതി ഒരു തട്ടം എടുത്തുകൊണ്ട് വായെന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാ കുറേ ഡയമണ്ട്സ് നെക്ലേസ് കൊണ്ടുവന്നിട്ടുണ്ടാവുമായിരിക്കും ഈ തട്ടത്തിലൊക്കെ വെക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് രവി പറയുന്നുണ്ട്, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു തുണിയെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തന്നല്ലേ ചന്ദ്ര, എന്നെ കൊണ്ടൊന്നും പറയരുത്, മിണ്ടണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നീ എൻ്റെ തലയിൽ കയറി ഇറങ്ങാൻ വരികയാണോ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട്. ഇത് ചന്ദ്രയ്ക്ക് ഒരു അടി കിട്ടിയ അവസ്ഥ തന്നെ ആവുകയാണ് കേട്ടോ. അതിനുശേഷം രവി തട്ട കൊടുത്ത് ലക്ഷ്മി ഇങ്ങനെ പലഹാരമൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയാണ് ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയ്ക്ക് ലക്ഷ്മിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വർഷയോട് ലക്ഷ്മി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വർഷ ചോദിക്കും, ആൻറ്റി അന്ന് കൊണ്ടുവന്ന് അച്ചപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, എന്തായിരുന്നു ടേസ്റ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞത് ലക്ഷ്മി ആ അച്ചപ്പം എടുത്ത് തട്ടിലേക്ക് വെക്കുന്ന സമയത്ത് വേഗം തന്നെ വർഷ അതെടുത്ത് പൊട്ടിക്കുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, വർഷയെ അതും എടുത്ത് കഴിക്കില്ല, അത് നല്ല എണ്ണയിലായിരിക്കില്ല ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേക്കും നല്ല എണ്ണയിൽ തന്നെയാണ് ഉണ്ടായത്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താണെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. ഇത് കഴിച്ചതിന് ശേഷം വർഷ പറയുന്നത്, ആഹാ എന്തൊരു സ്വാദാണ്, എന്തായാലും പുറത്തുനിന്ന് മേടിച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും രണ്ടാമതൊരു അടിയും കൂടെ കിട്ടിയ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിക്ക് ലക്ഷ്മിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. ഈ ഒരു സമയം തന്നെ ലക്ഷ്മി എഴുന്നേറ്റ് വന്നിട്ട് തട്ടമൊക്കെ ഇരുവരോടും, അതായത് രവിയോടും ചന്ദ്രയോടും മേടിക്കാൻ പറയുന്ന സമയത്ത് ചന്ദ്ര മടിച്ച് നിൽക്കാട്ടെ. വേഗം തന്നെ രവി പറയുന്നുണ്ട്, ഇനി നിന്നെ വിളിച്ച് പൊക്കാനായിട്ട് ഇനി ക്രെയിം വിളിച്ചുകൊണ്ട് പറഞ്ഞ് എഴുന്നേക്കടി അവിടെ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര മനസ്സിലോടുകൂടി തന്നെ രവിയുടെ കൂടെ എഴുന്നേറ്റതിന് ശേഷം തട്ടൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഒരു അനാവശ്യ ചെലവിൻ്റെ കാര്യമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് അനാവശ്യ ചിലവൊന്നുമല്ല ഏട്ടാ, ഇത് ആവശ്യമുള്ള ചിലവാണ്. അതേ വർഷയെ കണ്ടിട്ട് ലാൻഡ് കൊണ്ടുവന്ന മുഴുവനാണ് അവൾ നല്ല ആവശ്യത്തിന് കഴിക്കുന്നുണ്ടെന്ന് ശ്രീകാന്ത് വെറുതെ ഒരു തമാശ രൂപേണ പറയുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ലക്ഷ്മി ഗാനം കൊണ്ടുവന്ന ഡ്രസ്സ് സച്ചിയുടെയും രേവതിയുടെയും കൈകളിലേക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇതൊക്കെ മേടിച്ച് വെറുതെ പൈസ കളഞ്ഞത്, നമുക്കിടയിൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മോനെ ചടങ്ങുകളെല്ലാം മധുരമുറ പോലെ നടത്തണമെന്ന് ലക്ഷ്മി പറയുന്ന സമയത്ത് എന്തിനാ അമ്മ ഇതിൻ്റെയൊക്കെ ആവശ്യം, എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിൻ ഒരു പ്രത്യേക സ്നേഹത്തോടു കൂടി തന്നെ ചന്ദ്രൻ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലക്ഷ്മിയും പറയട്ടെ, എനിക്ക് നീ എൻ്റെ മകനെ പോലെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയതാണ്, ഓട്ടത്തിനൊക്കെ ഓടി വന്നതായിരുന്നു, ഞാനെന്നാൽ വേഗം പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞൊരു സച്ചി അകത്തേക്ക് കയറി പോവാട്ടെ. ഈ ഒരു സമയം തന്നെ വർഷയും ശ്രീകാന്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ലക്ഷ്മി സുധിയെ കാണുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ ജയിലിലാണെന്ന് അറിഞ്ഞു, ചെയ്യാത്ത തെറ്റിലല്ലേ അച്ഛൻ ജയിലിൽ കിടക്കുന്നത്, ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞ് പൂജ ചെയ്തു കഴിഞ്ഞാൽ മോക്കടെ അച്ഛന് വേഗം തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കുമെന്നൊക്കെ ലക്ഷ്മി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ശ്രുതിക്കൊന്നും അത് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അവർ ഇഷ്ടത്തോടുകൂടി തന്നെയാണ് ലക്ഷ്മിയോട് സംസാരിക്കുന്നത്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, അമ്മ എഴുന്നേറ്റ് വാ, നമുക്ക് പോവാം, ദേവു കോളേജിൽ നിന്ന് വരാറില്ല, അവർക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കൊടുക്കണ്ടേ, അമ്മ എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിനെ നിർബന്ധിച്ച് തന്നെ അവിടെ എഴുന്നേപ്പിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. ഇതാണ് സച്ചി അങ്ങോട്ടേക്ക് കൊണ്ട് സച്ചി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല മോനെ, ഞാൻ ദേവു വരാറായിട്ടുണ്ട്, വീട്ടിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പോവുകയാണ്. ലക്ഷ്മി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് രേവതി അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ലക്ഷ്മിയുടെ രേവതിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ആ വീട്ടിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ.
അതിനുശേഷം കാണിക്കുന്ന രേവതി അടുക്കളയിലേക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ശ്രുതിയും ചന്ദ്രയും അങ്ങോട്ടേക്ക് വരുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്തിനാണ് നീ നിൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നത്, ഇനി മേലിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ നിൻ്റെ അമ്മയെ കുടുംബത്തിൽ പോലെ കയറ്റുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താനാണ് ചന്ദ്ര വരുന്നത്. ശ്രുതി പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കാര്യങ്ങളല്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ നിൻ്റെ വീട്ടിൽ പോയി പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. നിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും തന്നെ ഞാൻ എൻ്റെ അച്ഛനോടോ ഇളയച്ഛനോടോ സംസാരിച്ചിട്ടുണ്ടോ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടോ. ഈ ഒരു സമയത്ത് രേവതി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം മനസ്സിലാക്കുക, അമ്മ ഏത് സമയത്തും എന്നെ എൻ്റെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ നിന്നോട് സംസാരിച്ചത്, അത് നിനക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ ശ്രുതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്ന് പതറുന്നുണ്ടെങ്കിലും ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതിന് ഞാൻ ഇനി സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ശ്രുതി പിണങ്ങിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്രനെ രേവതിനെ ഒന്നുകൂടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് രാത്രിയാകുന്ന സമയത്ത് സച്ചി ബാൽക്കണിയിൽ നിൽക്കുന്ന നേരത്തെ തന്നെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. രേവതിയുടെ കയ്യിൽ ഇരുവർക്കും മേടിച്ച ഡ്രസ്സും ഉണ്ട്. അപ്പോൾ രേവതി സച്ചിയുടെ അടുത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ച ചന്ദ്ര കാണിക്കുകയാണ്. ഇനി എങ്ങാനും താൻ ഉച്ചയ്ക്ക് പോയി രേവതി ഭീഷണിപ്പെടുത്തിയ കാര്യം സച്ചിനോട് പറയാനായിരിക്കുമോ എന്നുള്ള ടെൻഷനിലാട്ടെ ചന്ദ്രയുള്ളത്. അപ്പോൾ അതാണ് പറയുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്ര ഇങ്ങനെ മാറി നിന്ന് ചെവി കോർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രേവതി സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയുടെ അതേ ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലല്ലോ, അതേ ഒന്ന് വിടത്തി നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് സച്ചിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതി തൻ്റെ സാരിയും കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. സാരി കാണുന്ന സമയത്ത് സച്ചി പറയുന്നത്, ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് രേവതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയാണ് ഈ ഒരു ഷർട്ടും ഞാനൊരു സാരി എടുത്ത് വേണം നാളെ നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഒന്ന് മടിച്ച് നിൽക്കാട്ട്. ഇത് കാണുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിന് എന്താ പറ്റിയത്, എൻ്റെ വീട്ടിലേക്ക് വരാൻ മടിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ഇഷ്ടമല്ലാത്ത പലരുടെയും മുഖം അവിടെ വന്ന് കാണേണ്ടി വരികയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിയുടെ ഷർട്ടിനാണല്ലോ ഉദ്ദേശിച്ചത്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ല സച്ചിയുടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ രേവതി, അവനോട് ആന്റണിയുടെ കൂട്ടുകൂടരുതെന്ന് പറഞ്ഞു, എന്നിട്ട് അവൻ അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ അവൻ മാറിക്കോളും, അവൻ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കുമ്പോൾ ഈ ആന്റണിയുടെ കമ്പനി അങ്ങ് വിട്ടോളും എന്ന് പറയുമ്പോഴത്തേക്കും, പിന്നെ അവൻ പഠിക്കാനായിട്ട് കോളേജിൽ പോയെങ്കിലേ പഠിക്കാൻ പറ്റുകയുള്ളൂ, അവൻ്റെ കൂട്ടുകെട്ട് അത്ര ശരിയൊന്നുമല്ല എന്നൊക്കെ സച്ചി പറയുന്ന നേരത്തെ അതൊക്കെ ശരിയായിക്കോളും സച്ചേട്ടൻ നാളെ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്ന അമ്മ അത്രയധികം ആഗ്രഹത്തോടു കൂടി തന്നെ ക്ഷണിച്ചതല്ലേ, നമുക്ക് പോയേ മതിയോ, ഇണക്കങ്ങളെല്ലാം തന്നെ നമുക്ക് മറക്കാം സച്ചേട്ടാ, ഞങ്ങൾക്ക് എല്ലാവർക്കും സച്ചേട്ടൻ മാത്രമല്ല അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിക്ക് സങ്കടമാവട്ടെ. സച്ചി വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം രേവതി ഡ്രസ്സൊക്കെ എടുത്ത് തിരികെ ഇറങ്ങുന്ന സമയത്താണ് ചന്ദ്ര അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. രേവതിയെ കാണുമ്പോൾ തന്നെ ചന്ദ്ര അവിടെ കിടന്ന് പരങ്ങിക്കൊണ്ട് തന്നെ തിരിച്ച് പോകാനിരുങ്ങുന്ന സമയത്ത് രേവതി അങ്ങ് വന്നിട്ട് പറയുന്നത്, അമ്മ നിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിൽക്കുവാണട്ടെ. എന്നിട്ട് രേവതി അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാനോ എൻ്റെ വീട്ടുകാരെ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എൻ്റെ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് പോലെയാണ്, ഇവിടെയുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇവിടെ ഒരു തമ്മിത്തല്ലും ബഹളം ഉണ്ടാകാതെ ശാന്തമായ രീതിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയാനും പോകുന്നില്ല എന്നൊക്കെ രേവതി പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവാട്ടോ. ചന്ദ്രയാണെങ്കിൽ ആകെ ചമ്മിനാണം കെട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.